എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അടിപൊളി പൈനാപ്പിൾ കേക്കിൻ്റെ റെസിപ്പി നോക്കാം. ഈ ഒരു കേക്ക് ഫ്രോസ്റ്റിംഗ് എല്ലാം കൂടി ചെയ്ത് കഴിഞ്ഞപ്പോൾ 1 കിലോ ഉള്ളൊരു കേക്കാണ്. അപ്പോൾ നമ്മൾ ബർത്ത്ഡേക്കും ആനിവേഴ്സറിക്കും ഒക്കെ ട്രൈ ചെയ്യാൻ പറ്റിയൊരു അടിപൊളി പൈനാപ്പിൾ ഫ്ലേവറിലുള്ള കേക്കാണ്. ഈ ഒരു കേക്കിൽ നമ്മൾ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ഒന്നും ചേർത്തിട്ടില്ല. അതുപോലെ തന്നെ വെറും 2 ടേബിൾ സ്പൂൺ ഓയിൽ മാത്രമാണ് ചേർത്തിട്ടുള്ളത്. കടയിൽ നിന്ന് വാങ്ങുന്നതിനെക്കാട്ടിലും നല്ല സോഫ്റ്റും അതുപോലെ തന്നെ നല്ലൊരു പൈനാപ്പിളിൻ്റെ ഫ്ലേവറുള്ള ഒരു അടിപൊളി കേക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു കേക്ക് നിങ്ങൾക്ക് ഫ്രഷ് ആയിട്ടുള്ള പൈനാപ്പിൾ വെച്ചിട്ടും അതേപോലെ തന്നെ ക്യാനിൽ കിട്ടുന്ന പൈനാപ്പിൾ വെച്ചിട്ടും ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നമ്മുടെ ചാനൽ വിൻസീസ് കിച്ചൺ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ഒരു കേക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള കേക്ക് ടിൻ ഒന്ന് റെഡിയാക്കി എടുക്കാം. ഞാനിവിടെ 8 ഇഞ്ചിൻ്റെ ഒരു ടിന്നാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ താഴെ ബട്ടർ പേപ്പർ ഒന്ന് ലൈൻ ചെയ്ത് കുറച്ച് ഓയിലൊന്ന് തടവി കൊടുത്തിട്ടുണ്ട്, സൈഡിലും തടവി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള പൈനാപ്പിൾ വേണം. പൈനാപ്പിൾ എന്ന് പറയുമ്പോൾ ഫ്രഷ് ആയിട്ടുള്ള പൈനാപ്പിൾ എടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ക്യാനിലുള്ള ക്രഷ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ റൗണ്ട് ആയിട്ടുള്ള പൈനാപ്പിളും എടുക്കാവുന്നതാണ്. 250 ഗ്രാമിൻ്റെ ഒരു ടിന്നാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഫ്രഷ് ആയിട്ടുള്ളതാണ് എന്നുണ്ടെങ്കിൽ പൈനാപ്പിൾ ചെറിയ കഷ്ണങ്ങളാക്കിയതിന് ശേഷം 1/2 കപ്പ് വെള്ളവും ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് പ്രഷർ കുക്കറിലിട്ട് 3-4 വിസിൽ അടുപ്പിച്ച് നന്നായിട്ടത് വേവിച്ചെടുക്കുക. അതിനുശേഷം നമുക്കിതുപോലെ ഒന്ന് അരിച്ചെടുക്കാം. അതിൻ്റെ ജ്യൂസ് വേറെ, അതുപോലെ തന്നെ ഈ ഒരു പൈനാപ്പിളിൻ്റെ കഷ്ണങ്ങൾ വേറെ ആയിട്ടൊന്ന് വേർതിരിച്ച് എടുക്കാം. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു പൈനാപ്പിൾ വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യാനും പറ്റും, അതുപോലെ തന്നെ ലെയർ ചെയ്യുമ്പം ഇടയ്ക്കൊന്ന് ഇട്ട് കൊടുക്കാനും നമുക്ക് പറ്റും. ജ്യൂസ് നമുക്ക് കേക്ക് സോക്ക് ചെയ്യാനും അതുപോലെ തന്നെ കേക്കിലും ചേർക്കാനും എടുക്കാം. അപ്പോൾ നമ്മൾ വേർതിരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു വേർതിരിച്ച പൈനാപ്പിളിൽ നിന്നും ഒരു 3 ടേബിൾ സ്പൂൺ പൈനാപ്പിൾ മിക്സിയുടെ ചെറിയ ജാറിലിട്ട് നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇത് ഇങ്ങനെ ചെയ്യണമെന്ന് നിർബന്ധമില്ല, നിങ്ങൾക്ക് ആ ഒരു പൈനാപ്പിൾ ജ്യൂസ് മാത്രം ചേർത്ത് കൊടുത്താലും മതിയാകും. ഞാനിവിടെ ഒരു നല്ലൊരു ഫ്ലേവർ കൂടെ കിട്ടാൻ വേണ്ടിയിട്ട് ആ 3 ടേബിൾ സ്പൂൺ പൈനാപ്പിളും അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ ജ്യൂസും കൂടി ഇട്ടിട്ട് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് പൈനാപ്പിൾ ജ്യൂസ് മാത്രമായിട്ടും എടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലോ അല്ലാന്നുണ്ടെങ്കിൽ കനോള ഓയിലോ മണമില്ലാത്ത ഏത് ഓയിലും നിങ്ങൾക്ക് ഇതിലേക്ക് എടുക്കാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് ഓയിൽ ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ബട്ടർ ഒന്ന് ഉരുക്കിയിട്ട് 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്താലും മതിയാകും. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. അതിന് മുൻപായിട്ട് ഒന്നുകൂടി നല്ലൊരു പൈനാപ്പിൾ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 3-4 തുള്ളി പൈനാപ്പിളിൻ്റെ എസൻസ് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി നിങ്ങൾക്ക് പൈനാപ്പിൾ എസൻസ് കയ്യിലില്ല എന്നുണ്ടെങ്കിൽ പകരം വാനില എസൻസ് ചേർത്ത് കൊടുത്താലും മതിയാകും. അപ്പോൾ ഇതെല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നമുക്ക് മിക്സാക്കി ഒന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഈ ഒരു കേക്കിലേക്ക് വേണ്ടിയിട്ടുള്ള മുട്ട ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ഈ ഒരു കേക്കിൽ ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡയോ ഒന്നും തന്നെ ചേർക്കുന്നില്ല. നമ്മൾ മുട്ടയുടെ ആ ഒരു ഫ്ലഫിനെസ്സിലാണ് ഈ ഒരു കേക്ക് നല്ല സോഫ്റ്റായിട്ട് കിട്ടുക. അപ്പോൾ നമ്മളിവിടെ 4 മുട്ട എടുത്തിട്ടുണ്ട്. അതിൻ്റെ വെള്ളയും മഞ്ഞയും ഒന്ന് വേർതിരിച്ചാണ് എടുത്തിട്ടുള്ളത്. ഇത് റൂം ടെമ്പറേച്ചറിലുള്ള മുട്ടയാണ്. അതുപോലെ മുട്ടയുടെ വെള്ളം എടുക്കുന്ന പാത്രം നല്ല ക്ലീൻ ആയിരിക്കണം. ആ ഒരു മുട്ടയിലേക്ക് നമ്മൾ 1-2 നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മളിത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ബീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇലക്ട്രിക് ബീറ്ററോ അല്ലാന്നുണ്ടെങ്കിൽ വിസ്കോ എടുക്കാവുന്നതാണ്. മിക്സിയിൽ ഇത് ബീറ്റ് ചെയ്താൽ ഇതുപോലെ ഫ്ലഫി ആയിട്ട് കിട്ടില്ല. മുട്ടയുടെ വെള്ളയുടെ കൂടെ തന്നെ ഇതിലേക്ക് ഒരു 100 ഗ്രാം പൊടിക്കാത്ത പഞ്ചസാരയും കൂടി കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുത്തിട്ട് നല്ല സ്റ്റിഫ് പീക്സ് ആകുന്നവരെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നല്ല സ്റ്റിഫ് പീക്സ് ആയിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ മഞ്ഞയും ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. മഞ്ഞ ഒരുപാട് ഇട്ട് ബീറ്റ് ചെയ്യണമെന്നില്ല, ജസ്റ്റ് അതൊന്ന് മിക്സായി കിട്ടിയാൽ മതി. അപ്പോൾ നമ്മൾ മഞ്ഞയും ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു മഞ്ഞ ഇനി നമ്മൾ വെള്ളയിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇളക്കി കൊടുക്കാൻ നേരം ഇതുപോലെ വിസ്ക് എടുക്കുകയാണെങ്കിൽ നല്ല ഫ്ലഫി ആയിട്ട് തന്നെ ഇരിക്കും. സ്പാറ്റില എടുക്കുന്നതിനെക്കാട്ടിലും നല്ലത് വിസ്ക് എടുക്കുന്നതാണ്. ഇനി നമ്മളിതിലേക്ക് 1 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. 120 ഗ്രാം വരും. 100 മുതൽ 120 ഗ്രാം വരെ മൈദ നമുക്കിതിലേക്ക് എടുക്കാവുന്നതാണ്. മൈദ ഒരു 3-4 തവണകളായിട്ട് ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഒരുപാട് ഇട്ട് ഇളക്കി അതിൻ്റെ ഒരു ഫ്ലഫ്നെസ് കളയരുത്. അപ്പോൾ നമ്മൾ മുഴുവൻ മാവും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അവസാനമായിട്ട് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന പൈനാപ്പിളും ഓയിലും അതുപോലെ പൈനാപ്പിൾ എസൻസിൻ്റെയും കൂടെ കൂട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ ആ ഒരു കൂട്ടുകൂടി ഇട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇനി നമുക്കിത് ബേക്കിംഗ് ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ഓവൻ പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് വെക്കണം. 10 മിനിറ്റാണ് വെക്കേണ്ടത്.
അപ്പോൾ നമ്മളിത് 150 ഡിഗ്രി, അതായത് 150 ഡിഗ്രിയിലാണ് ഓവൻ പ്രീ ഹീറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ബേക്ക് ചെയ്യാനും ആയിട്ടുള്ള ടെമ്പറേച്ചർ. അപ്പോൾ നമ്മൾ ഈ ഒരു കേക്കിൻ്റെ ടിന്നിലേക്ക് ഈ ഒരു ബാറ്റർ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും നല്ല ഫ്ലഫി ആയിട്ടുള്ളൊരു മാവാണ്. അപ്പോൾ ഈ ഒരു ഫ്ലഫിനെസ് കാരണം ഈ കേക്ക് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണ്. ഇപ്പം നമ്മൾ ഈ ഒരു ബാറ്റർ ഒന്ന് ലെവലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു പപ്പടം കുത്തിയോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു സ്ക്യൂവറോ ഇട്ടിട്ട് ഇതിങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പം ഈ ഒരു കേക്ക് നല്ല ലെവലാക്കി കിട്ടും. ഈ ഒരു ടൈപ്പ് കേക്കിന് പറയുന്ന പേരാണ് ജിനോയ്സ് കേക്ക് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു കേക്ക് എന്ന് പറയുന്നത് ബേക്കിംഗ് പൗഡറും സോഡയും ഒന്നും ഇല്ലാതെ എഗ്ഗിൻ്റെ ഫ്ലഫിനെസ്സിൽ ഉണ്ടാക്കുന്ന ഒരു കേക്കാണ്. അപ്പോൾ നമ്മുടെ ഓവൻ 10 മിനിറ്റ് 150 ഡിഗ്രിയിൽ പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏറ്റവും താഴത്തെ റാക്കിലാണ് ഞാൻ ഈ ഒരു ടിന്ന് വെച്ച് കൊടുക്കുന്നത്. അതുപോലെ ഞാനിവിടെ ഉപയോഗിക്കുന്നത് OTG ഓവനാണ്. അപ്പോൾ OTG ഓവൻ ആണെങ്കിൽ അതിന് 2 കോയിൽസിൻ്റെ ഒരു ഓപ്ഷനുണ്ട്. ആ ഒരു ഓപ്ഷനിലാണ് നമ്മൾ കേക്കൊക്കെ ബേക്ക് ചെയ്യേണ്ടത്. അപ്പോഴാണ് നല്ല പെർഫെക്റ്റ് ആയിട്ട് കേക്കൊക്കെ കിട്ടുക. അതുപോലെ തന്നെ 150 ഡിഗ്രിയിൽ നമ്മൾ സെറ്റ് ചെയ്തു. അപ്പോൾ ആദ്യത്തെ 30 മിനിറ്റ് 150 ഡിഗ്രിയിൽ ഈ ഒരു കേക്ക് ബേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവസാനത്തെ 3 മിനിറ്റ്, അതായത് 30 മിനിറ്റ് കഴിഞ്ഞിട്ടുള്ള 3 മിനിറ്റിൽ 170 ഡിഗ്രി ആക്കിയതിന് ശേഷം വീണ്ടും ഒന്ന് ബേക്ക് ചെയ്യുക. അങ്ങനെ മൊത്തത്തിൽ 33 മിനിറ്റാണ് ഈ ഒരു കേക്ക് ബേക്ക് ചെയ്യാനായിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത്. ആദ്യത്തെ 30 മിനിറ്റ് 150 ഡിഗ്രി, അവസാനത്തെ 3 മിനിറ്റ് 170 ഡിഗ്രി. ഇപ്പോൾ നമ്മുടെ കേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് ബേക്കായി വന്നിട്ടുണ്ട്. ഇത് നല്ലതായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇതിന് നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ഈ ഒരു കേക്ക് മറിച്ചാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരുപാടങ്ങ് ബ്രൗണൊന്നും ആയിട്ടില്ല, പക്ഷേ ഇത് നന്നായിട്ട് കുക്കായി നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണ്. അപ്പോൾ നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രം കട്ട് ചെയ്ത് എടുക്കുക. ഒരു നൈഫ് വെച്ചിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ കേക്ക് കട്ടർ ഉണ്ടെങ്കിൽ അങ്ങനെയോ നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ 3 ഈക്വലായിട്ടുള്ള പീസുകളായിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. 2ആയിട്ട് നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി നിങ്ങൾ 9 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ ഒരു കേക്ക് ഇത്രയും പൊക്കത്തിൽ വരില്ല, പക്ഷേ നിങ്ങൾക്ക് 2ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ കൂടുതൽ പൊക്കത്തിൽ കേക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറഞ്ഞ സൈസിലുള്ള ടിൻ എടുക്കുക. അപ്പോൾ 8 ഇഞ്ചാണ് ഈ ഒരു കേക്കിൻ്റെ പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു അളവെന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ 3ആയിട്ട് ഈ ഒരു കേക്ക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. വളരെ പഞ്ഞി പോലുള്ളൊരു കേക്കാണ്. അപ്പോൾ സോഡയും പൗഡറും ഒന്നും ഇല്ലാതെ തന്നെ നല്ല സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടി. ഇനി ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ഫ്രോസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 കപ്പ് വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. ഇത് നല്ലതായിട്ട് തണുത്ത വിപ്പിംഗ് ക്രീമാണ്. അപ്പോൾ ഇത് ഒരു 36% ഫാറ്റുള്ള വിപ്പിംഗ് ക്രീമാണ്. നിങ്ങൾ പൗഡറാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിന് മുൻപ് ഒരു വൈറ്റ് ഫോറസ്റ്റ് കേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ പൗഡറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇത് മധുരമില്ലാത്ത വിപ്പിംഗ് ക്രീമാണ്. അപ്പോൾ ഇതിലേക്ക് ഞാനൊരു 3 ടേബിൾ സ്പൂൺ ഷുഗർ ചേർക്കുന്നുണ്ട്. ഷുഗർ എന്ന് പറയുമ്പോൾ ഇത് പൊടിക്കാത്ത പഞ്ചസാരയാണ്. ഇനി ഇത് കുറഞ്ഞ സ്പീഡിലിട്ട് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ബീറ്റ് ചെയ്യുമ്പോൾ നല്ല സ്റ്റിഫ് പീക്സ് ആയിട്ട് വരുന്നവരെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഞാൻ ഏറ്റവും കുറഞ്ഞ സ്പീഡിലാണ് ഇത് ബീറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി ഇത് നമ്മൾ നന്നായിട്ട് കവർ ചെയ്തതിന് ശേഷം ഫ്രിഡ്ജിൽ വെക്കാം. അപ്പോൾ നമ്മൾ കേക്ക് ബേക്ക് ചെയ്യുന്ന സമയം കൊണ്ട് ഈ ഒരു ഫ്രോസ്റ്റിങ് തയ്യാറാക്കി വെച്ചാൽ നമുക്ക് നന്നായിട്ടൊന്നുകൂടെ ഒന്ന് തണുത്ത് കിട്ടും. ഇനി ഒരു കേക്ക് നമുക്ക് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു സ്റ്റാൻഡിലേക്ക് നമ്മൾ കുറച്ച് ഫ്രോസ്റ്റിങ് വെച്ച് കൊടുത്തിട്ട് ആദ്യത്തെ ഒരു ലെയർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് പൈനാപ്പിൾ ജ്യൂസ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു കേക്ക് ഒന്നുകൂടെ നല്ല മോയിസ്റ്റ് ആകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നമ്മൾ ചെയ്യുന്നത്. ഈ ഒരു ജ്യൂസിൽ അത്യാവശ്യം മധുരമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മധുരം പോരാൻ തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടി ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ കേക്ക് ഡെക്കറേഷൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ആദ്യത്തെ ലെയറിലേക്ക് നമ്മൾ കുറച്ച് വിപ്പിംഗ് ക്രീം വെച്ച് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ഇനി ഈ ഒരു വിപ്പിംഗ് ക്രീം വെച്ച് കഴിഞ്ഞാൽ അതിന് മുകളിലായിട്ട് നമ്മൾ നേരത്തെ എടുത്ത് മാറ്റി വെച്ചിരിക്കുന്ന ആ ഒരു പൈനാപ്പിൾ ഒന്ന് ഇതുപോലെ ഒന്ന് ലെയർ ചെയ്ത് കൊടുക്കാം. ഇത് ഓപ്ഷണലാണ്. നിങ്ങൾക്ക് ഇടയ്ക്ക് പൈനാപ്പിൾ കഷ്ണങ്ങൾ കടിക്കാൻ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ പൈനാപ്പിൾ ഷുഗർ ഇട്ട് കുക്ക് ചെയ്യുന്ന കാരണം പുളിയൊന്നും വരില്ല, നല്ല ഇതായിട്ട് തന്നെ ഇരിക്കും. അപ്പോൾ എല്ലാം ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം. കേക്കിൻ്റെ ബേസ് ഏറ്റവും മുകളിലായിട്ട് വെക്കുകയാണെങ്കിൽ നല്ല ലെവലായിട്ട് നമുക്ക് കേക്ക് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ എല്ലാം വെച്ചിട്ട് നമ്മൾ സൈഡിലും മുകളിലും ഒക്കെ ഒന്ന് ഈ ഒരു ക്രീം ഒന്ന് തേച്ച് കൊടുക്കാം. ബാക്കി വരുന്ന ക്രീം വെച്ചിട്ട് നിങ്ങൾക്ക് ഇതുപോലെ ഫ്ലവേഴ്സോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈൻസൊക്കെ കൊടുക്കാവുന്നതാണ്.
കുറച്ച് പൈനാപ്പിൾ ബാക്കി വന്നിട്ടുണ്ടായിരുന്നു, അപ്പോൾ അത് ഞാൻ എൻ്റെ നടുഭാഗത്തായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ചെറീസൊക്കെ വെച്ചിട്ട് നിങ്ങൾക്കും ഇത് ഡെക്കറേറ്റ് ചെയ്ത് എടുക്കാവുന്നതാണ്. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അടിപൊളി പൈനാപ്പിൾ പേസ്ട്രിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഫ്രോസ്റ്റിംഗ് ഇഷ്ടമല്ലാന്നുണ്ടെങ്കിൽ ബേസിക് ആയിട്ടുള്ള പൈനാപ്പിൾ കേക്ക് ചെയ്ത് നോക്കാം. നല്ല ഫ്ലേവറുള്ള ഒരു അടിപൊളി കേക്കാണ്. അപ്പോൾ ഇതിനു മുൻപ് നമ്മൾ ബേക്കിംഗ് പൗഡറും സോഡയൊന്നും ഇല്ലാതെ ഒരുപാട് ടൈപ്പിലുള്ള കേക്കുകൾ ഇട്ടുണ്ട്. അപ്പോൾ അതൊന്നും ട്രൈ ചെയ്ത് നോക്കാത്തവർ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. അതിനുശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക. അതുപോലെ നമ്മുടെ മാർബിൾ കേക്കൊക്കെ ഒരുപാട് പേര് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഒരുപാട് നല്ല ഫീഡ്ബാക്ക്സ് ഡെയിലി കിട്ടാറുണ്ട്. അപ്പോൾ ഒരുപാട് സന്തോഷം. അപ്പം നിങ്ങൾ ഇതും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക. അപ്പോൾ പുതിയൊരു റെസിപ്പി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്